Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ 2026-2027 പുതുവർഷഫലം നമുക്കൊന്ന് നോക്കാം. മലയാള മാസം 1202 ആണ്ട് ചിത്തിര നക്ഷത്രത്തിന് 7:59 AM സംക്രമണം നടക്കുന്നു. സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ഫലമൊന്നും നോക്കാം. ഇത് ഒരു വർഷത്തെ ഫലമാണ്. അപ്പൊ ഒരു വർഷത്തെ ഫലമായതുകൊണ്ട് തന്നെ പല ഗ്രഹങ്ങളുടെ ട്രാൻസിഷന് നമ്മൾക്കിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. സപ്പോസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ശനിയുണ്ട്. അതുപോലെ ശനിയുടെ ട്രാൻസിഷൻ 2.5 വർഷമാണ്. പക്ഷെ ശനി അടുത്ത വർഷം മാറുന്നുണ്ട്. അതേമാതിരി വ്യാഴത്തിന്റെ 1 വർഷമാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഗോചാരം ഒന്നും ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇടയ്ക്കത്തെ ഈ പറയുന്ന വ്യാഴത്തിന്റെ ആയിട്ടുള്ള ചേഞ്ച്. അതുപോലെ ഈ വർഷം തന്നെ രാഹുവും കേതുവും മാറുന്നുണ്ട്. അപ്പൊ അത് മേജറായിട്ടുള്ള ഒരു ഇവന്റ് ആണ്. രാഹു കേതു മാറുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ കൊണ്ടുത്തരുന്നതാണ്. കാരണം ഇപ്പം നമുക്ക് ശനി നോക്കിക്കഴിഞ്ഞാലും അല്ലെന്നുവരിയിലെ വ്യാഴമൊക്കെ നോക്കിയിട്ട് പൊതുവെ വ്യാഴം എന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങൾ മാത്രം കൊണ്ടുത്തരുന്നതാണ്. അപ്പം ഈ ഒരു ഗ്രഹത്തിൻ്റെ പകർച്ചയെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചില നല്ല ഗുണങ്ങളിൽ വ്യാഴം കൊണ്ടുത്തരുമ്പം അതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ള 1-2 ഗ്രഹമാണ് ഈ രാഹു കേതുക്കള്. സാധാരണ ഗ്രഹങ്ങളെല്ലാം മുമ്പോട്ടാണ് കറങ്ങുന്നത്, ക്ലോക്ക് വൈസ്. അപ്പൊ ഈ രാഹു കേതുക്കളെ ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. ഈ ജൂൺ 2 വ്യാഴം മാറുകയുണ്ടായി. അതിനുശേഷം ശനി വക്രത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ പല കേസിലും ഈ വക്രത്തിൽ ഈ കൂടുതലായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന ചില ആൾക്കാരുടെ ബർത്തിയായിട്ടിലെ ശനിയും വ്യാഴവും ഒക്കെ വക്രത്തിലാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഇത് വക്രത്തിലുള്ള സമയത്ത് അഫക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ വ്യാഴം ബർത്തിയായിട്ടിലെ വക്രത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുപോലെ വ്യാഴവും ചന്ദ്രനും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ജനിച്ച സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനും വേറെ സ്ഥലത്ത് ജോലി ചെയ്യാനും ഒക്കെ ഒരുപാട് സാധ്യതകളാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ എന്ന ട്രാവലിൻ്റെ കൂടെ ഗ്രഹമാണ്. അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ കൂടെ രാഹു നിൽക്കുന്നവർക്ക് ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്യാനുള്ള യോഗമുണ്ട്. അതുപോലെ വ്യാഴം രാഹു ചന്ദ്രന് ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ വൃത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരാം. അതുപോലെ ഈ പറയുന്ന വ്യാഴം വീനസ് നല്ല രാഹു അതേമാതിരി ശനി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് മൾട്ടി മില്യണർ യോഗ എന്ന് പറയും. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാനുള്ള യോഗമുണ്ട്. അങ്ങനെ നമ്മുടെ ബർത്തിയാട്ടിലെ കണക്ടിവിറ്റി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി കേതു ഒക്കെ കണക്ട് ചെയ്യുക, അതായത് ബുധനും കേതു കണക്ട് ആയിട്ടുണ്ടെന്നൊരു 100% ആൾ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പറയാൻ പറ്റുമെന്ന് പറയാം. അതേമാതിരി ചില ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യാഴം അതുപോലെ മെർക്കുറി ഈ പറയുന്ന ബുധനും ഒക്കെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, അതല്ല രീതിയിൽ വ്യാഴവും വീനസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഹൗസ് നല്ല വീട് വാങ്ങിക്കാൻ, അതിൻ്റെ കൂടെ നല്ല രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 വീടൊക്കെ വായിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ വ്യാഴവും ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ലാൻഡ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് രാഹു ഒക്കെ കൂടി നിൽക്കാവുന്നവർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 1-ൽ കൂടുതൽ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ ഈ വ്യാഴം രാഹു ഒക്കെ ചില ആൾക്കാർക്ക് ചേർന്ന് നിൽക്കുന്ന വൃത്തിയായിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള കൊച്ചിലെ ചില അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കണക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ബർത്തിയായിട്ടിലെ കണക്ടിവിറ്റി അത് ആമുഖമായിട്ട് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഇത് കാര്യത്തിലോട്ട് കടക്കാം. അപ്പം ജൂൺ 2 വ്യാഴം കർക്കിടക രാശിയിലോട്ട് മാറുകയുണ്ടായി. എന്നാൽ ഒക്ടോബർ 31 വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലോട്ട് മാറുകയാണ്. എന്നാൽ ഈ ഒക്ടോബർ 31 മാറുന്ന വ്യാഴം ജൂൺ 24 തിരിച്ച് പിന്നെയും കർക്കിടക രാശിയിലോട്ട് വരുന്നു. അപ്പൊ ഏകദേശം ഒരു 84-85 ദിവസമാണ് നമുക്കൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ ഒരു പീരീഡ് ഒന്ന് നോട്ട് ചെയ്യണം. കാരണം ഈ ഒക്ടോബർ 31 മുതൽ ജൂൺ 24 വരെയുള്ള ഒരു പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും നല്ലതായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുത്തരും. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പൊ നമുക്കിപ്പോൾ വ്യാഴത്തിന്റെ കാര്യം കൺസിഡർ ചെയ്തു. എന്നാൽ 2027 ജൂണില് വീണ്ടും വ്യാഴത്തിന്റെ ട്രാൻസിഷൻ വരുന്നുണ്ട്. അല്ലെന്ന് ഈ പറയുന്ന ഗോചാരത്തിലോട്ട് രാശി പരിവർത്തനവും നടക്കുന്നുണ്ട്. അതുപോലെ ശനിക്കാണേലും 2027 മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ശനി സഞ്ചരിക്കുന്ന മീനൻ രാശിയിലാണ്. ജൂൺ 3 2027 ശനിയും മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലോട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹു കേതുക്കൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാഹു കേതുക്കളുടെ ട്രാൻസിഷൻ പറഞ്ഞു 1.5 വർഷമാണ്. അപ്പം രാഹു കേതുക്കള് ഡിസംബർ 5 2026, അതായത് ഈ വർഷം തന്നെ 2026 ഡിസംബർ 5 രാഹു കേതു മാറുന്നുണ്ട്. രാഹു കേതു മാറുന്ന രണ്ടും ഒറ്റ ടൈമിലാണ് മാറുന്നത്. സാധാരണ ഗ്രഹങ്ങൾ മാതിരിയല്ല,
കാരണം ഇവിടെ ഗ്രഹണമൊക്കെ കൊണ്ടുത്തരുന്ന ഗ്രഹങ്ങളാണ് ഈ രാഹു കേതുക്കൾ. പല രീതിയിലും പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുത്തരാൻ കഴിവുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ വ്യാഴം പലതും അനുകൂലമായിട്ട് തരുന്നത്, കാരണം വ്യാഴം നമുക്ക് നല്ല ചിന്താഗതികളെ നന്മ മാത്രം കൊണ്ടുത്തരുള്ളൂ. പക്ഷെ എന്നാൽ ഇവിടെ നമ്മൾ ഈ രാഹു കേതു മാറുമ്പോൾ നമുക്ക് ചില രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുത്തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുൾപ്പെടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. 2026 ഡിസംബർ 5-ാം തീയതി 8:03 PM രാഹു കേതുക്കളുടെ രാശി പരിവർത്തനം നടക്കും. രാഹു ഇവിടെ കുംഭൻ രാശിയിൽ നിന്നും മകരൻ രാശിയിലോട്ട് വരുന്നു. അതുപോലെ കേതുവിനെ നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കടക രാശിയിലോട്ട്. കാരണം ഇതെപ്പോഴും ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഈ ഒരു 2 ഗ്രഹങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു. അപ്പോൾ ഓരോ ആൾക്കാർക്ക് എന്തൊക്കെ അതിൻ്റെതായിട്ടുള്ള ഫലപ്രവചനത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല ഇനിമേ. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റുകൾ നോട്ട് ചെയ്യണം. ആ മാസം മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി, സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്, നമ്മളെ ത്രൂ ഔട്ട് ലൈഫിലെ കാര്യങ്ങളെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങളെ കണക്ക് വെക്കാൻ. കാരണം നമ്മുടെ ബർത്തിയായിട്ട് ചില യോഗം ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോ എവരി ക്രിയേഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ എ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിയെയും ഓരോ സൃഷ്ടിക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളെ ഓരോ കർമ്മം ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ പ്രകൃതി നമ്മളിവിടെ നിയോഗിച്ചേക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്യുമ്പോഴേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം ബർത്തിയായിട്ട് നമുക്ക് ഒരു 50% ഒരു സപ്പോർട്ട് ചെയ്യുന്നു. ബാക്കി 25% നമ്മുടെ നല്ല കർമ്മങ്ങൾ. അതേമാതിരി ഇന്നത്തെ കാലത്ത് ഈ ന്യൂമറോളജിക്കലി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്ക്, ചില നമ്പേഴ്സിൻ്റെ എനർജി കയറി ബാലൻസ് ആയിട്ട് പല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് മൊബൈൽ ന്യൂമറോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം ന്യൂമറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, പല ഇമ്പാക്റ്റുകൾ വരാറുണ്ട്. അതേമാതിരി വാസ്തുപരമായിട്ടുള്ള പല രീതിയിലുള്ള ചില ഡയറക്ഷനിലൊക്കെ കൊണ്ട ടോയ്ലറ്റുമൊക്കെ പ്രത്യേകിച്ച് നോർത്തൊക്കെ എന്നുള്ള ബിസിനസ്സിൻ്റെ ഗ്രഹമാണ്. ബിസിനസ്സിൻ്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ് ഭരിക്കുന്നത്. അതുപോലെ വെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് ഭരിക്കുന്നത്. അപ്പോൾ തൊഴിലിന് തടസ്സം അങ്ങനെയുള്ള ഡയറക്ഷൻ ടോയ്ലറ്റ് വന്നാൽ, അതുപോലെ സൗത്ത് ഈസ്റ്റിലൊക്കെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ശുക്രനാണ് ഭരിക്കുന്നത്. പല രീതിയിലുള്ള പൈസ സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പൈസ നഷ്ടപ്പെടുക, പൈസ സമ്പാദിക്കാൻ പറ്റില്ല, ദാരിദ്ര്യം അനുഭവിക്കുക, നമ്മുടെ സമ്പത്ത് നശിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഓരോ ഡയറക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ വിചാരിക്കും ഇതൊക്കെ ചുമ്മാന്ന്, കാരണം ഇത് പ്രകൃതി എനർജി, ഇവിടെ ജാതി മതങ്ങളും ഒക്കെ എന്നുള്ള മനുഷ്യരാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ മാക്സിമം പറ്റുന്നത് എന്തെങ്കിലും നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 10% പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. ദാനധർമ്മമാണ് എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കാനുള്ള. ഒരു പാവങ്ങൾക്കില്ലാത്ത ഒരു വയറൊട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുക. അപ്പോൾ പലതും നമുക്ക് പോസിറ്റീവായിട്ട് വരും. അല്ലാതെ അടുത്ത ഇന്ന ആൾ ഒരുപാടുണ്ട് നമ്മളങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പ്രകൃതിക്ക് ഒരു എനർജി ഉണ്ട്, അതെപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ മേജർ ട്രാൻസിഷൻ പീരീഡ് പറഞ്ഞു, ശനിയുടെ പറഞ്ഞു, രാഹു കേതുക്കളെ പറഞ്ഞു, വ്യാഴത്തിൻ്റെ പറഞ്ഞു. അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ട്രാൻസിഷൻ പീരീഡ് വളരെ കുറവാണ്. ചൊവ്വാഴ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് 48 ദിവസം വേണമെന്ന് പറയാം. അതുപോലെ ശുക്രൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 27 ദിവസം, ഒരു മാസം. അല്ലാതെ ബാക്കി മെർക്കുറി ബുധൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 15-18 ആ ഒരു രീതിയിൽ ഏകദേശം കണക്കൂട്ടിയാൽ മതി. കാരണം ഇതിനകത്തൊക്കെ വക്രങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആവറേജ് പല ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം നോക്കുക ഒരു മാസത്തിൽ താഴെ എന്നുള്ള രീതിയിൽ വിചാരിക്കുക. അതുപോലെ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ 2.25 ദിവസം മാത്രമേ ഉള്ളൂ. ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയാനുള്ള ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഇമ്പാക്റ്റുകളെ ഈ ഒരു വർഷം ഇവിടെ നടന്നിരിക്കും. പ്രത്യേകിച്ച് 2027 സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ പുതിയൊരു വൈറസ് വരാനുള്ളതും വേൾഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതായത് ലോക സാമ്പത്തിക തകർച്ച എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാനുണ്ട്. അത് ഈ ഒരു 2027 അടുത്ത വർഷത്തോടുകൂടി നടക്കും. അതുപോലെ പുതിയൊരു വൈറസ് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അടുത്തടുപ്പിച്ച് അത് കഴിയുന്ന ഒരു സമയത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി, സാധ്യതകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഫലമെന്ന് പറഞ്ഞാൽ പൊതുവെ മിക്സായിട്ടുള്ള റിസൾട്ടാകും. പല രാജ്യങ്ങൾക്കും അല്ല ലീഡർഷിപ്പിനും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ അത്ര ഈസി ആയിരിക്കില്ല. രക്തച്ചൊരിച്ചിലുകൾ അല്ല ഏറ്റുമുട്ടലുകൾ അങ്ങനെ ഇന്ത്യയിലും അല്ലാതെ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പല സാധ്യതകളും. അപ്പോൾ ഈ ഒരു രാഹു കേതുക്കളുടെ മാറ്റം, ശനിയുടെ മാറ്റം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക അനിശ്ചിതാവസ്ഥ, അതേമാതിരി രക്തച്ചൊരിച്ചിലുകൾ, പ്രത്യേകിച്ച് ചൊവ്വാടൊക്കെ ചില ഇതിനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. അതുപോലെ പുതിയ വൈറസിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഈ വർഷം ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
അതുപോലെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ബൃഹനാടി നക്ഷത്രനാടി വേദിക് അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെയിം അലൈൻമെൻറ്റ് ബ്രാൻഡ് അലൈൻമെൻറ്റ് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ കൺസൾട്ടേഷൻ ഓൺലൈൻ കൺസൾട്ടേഷനോ ഒക്കെ ഉണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മൊബൈൽ ന്യൂമറോളജി ബന്ധപ്പെട്ടായിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അലൈൻമെൻറ്റ് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളുണ്ടെന്നതിൽ അറിയിക്കുക. അതുപോലെ ഇവിടെ ഇതിനകത്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് പുതിയ പല സബ്ജക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. കർക്കിടകൻ രാശി നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ നാളുകൾ ഉണർദം, പൂയം, ആയില്യം. ഉണർദത്തിൻ്റെ ഒടുവിലത്തെ ഒരു പാദം, പിന്നെ പൂയം, ആയില്യം എന്നിവയാണ്. അപ്പോൾ ഇവിടെ ഉണർദത്തെ കൺട്രോൾ ചെയ്യുന്നത് വ്യാഴമാണ്, ശനികർമ്മയാണ്. പൂയത്തെ കൺട്രോൾ ചെയ്യുന്നത് ശനിയാണ്, രാഹുകർമ്മയാണ്. ആയില്യത്തെ കൺട്രോൾ ചെയ്യുന്നത് ബുധനാണ്, സൂര്യകർമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മകാര്യങ്ങളൊന്നും നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു വരാൻ, എന്നും തുറന്നു പറയാനുള്ള കാര്യങ്ങൾ, നല്ല അംബീഷ്യസ് ആയിരിക്കാനുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ നല്ല പ്രതീക്ഷകളോ വെച്ച് പുലർത്താനുള്ളത്, അല്ലെങ്കിൽ എന്നും തുറന്നു പറയാനും നല്ല പ്രണയ സാക്ഷാത്കാരം ഉണ്ടാകാൻ, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു രാശി അനുകൂലമാണ്. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, വിവാഹാലോചനകൾ വരാൻ, പുതിയ വിവാഹ ബന്ധങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർ. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാൻ അനുകൂലമാണ്. അതുപോലെ എന്തെങ്കിലും നമ്മുടെ ഓൾഡ് ഡെപ്റ്റ് ബിസിനസ് ചെയ്യുന്നതിനകത്ത് കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നൊരു കിട്ടാത്ത കടങ്ങളൊക്കെ കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാൻ, നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങൾ ചെയ്യാൻ, അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിരുന്ന നേരെ പറഞ്ഞു തീർത്താനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയുക. അതുപോലെ ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട വിസ, എമിഗ്രേഷൻ ക്ലിയറൻസ് പ്രശ്നങ്ങൾ മാറാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ IELTS, നീറ്റ് അങ്ങനെയൊക്കെ എക്സാം എഴുതിയിരുന്ന ആൾക്കാർക്ക് അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ IIT, IIM അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എന്തെങ്കിലും ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ അനുകൂലമാകാനുള്ള സാഹചര്യങ്ങൾ. എന്നാൽ ഒക്ടോബർ 31 വ്യാഴം മാറി 1 നിൽക്കുന്ന വ്യാഴം 2 പോകുന്നു. അപ്പം നിങ്ങൾക്ക് പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ധനാഗമനം വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, എന്തെങ്കിലും ഒരു പൈസ കിട്ടാനോ അൺഎക്സ്പെക്റ്റഡ് എന്തെങ്കിലും ഒരു പൈസ വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെന്നൊരു അവരുടെ പേരിൽ ഫാദറോ ഒക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ, അതുപോലെ പഴയ നമ്മുടെ എന്തെങ്കിലും ഉണ്ടെന്ന് ഒരു ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു KSF അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനങ്ങൾ വരാൻ, അതുപോലെ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് മാറാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. പൈസ കടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്ന കടബാധ്യത ഒരു പരിധി വരെ തീരാനും, എവിടെ നിന്നെങ്കിലുമൊക്കെ ഇച്ചിരി പൈസ കിട്ടാനും, ചിലപ്പോൾ KSF ചിക്കി അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചില മാർഗ്ഗങ്ങൾ ഇപ്പോൾ പൈസ വരാൻ, ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ജോലി കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ മാറാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയുന്നതാണ്. അതുപോലെ നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ നല്ല രാഹുവൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോട്ടറി വരെ അടിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ എന്ത് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ കരാറുകൾ കിട്ടാൻ, പുതിയ എഗ്രിമെൻറ്റ് കിട്ടാൻ, തൊഴിൽപരമായിട്ടുള്ള നല്ല ഉയർച്ചകൾ, അനുമോദനങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് ഈ ഒരു സമയത്ത്. അതുപോലെ ശനിയൊക്കെ എന്ന് പറഞ്ഞാൽ ഉപരിപഠനമായിട്ട് ബന്ധപ്പെട്ട പുതിയ പല രീതിയിലുള്ള അനുകൂലമായിട്ടാണ്, നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, അങ്ങനെ പല രീതിയിലുള്ള നല്ലതായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ഒരു രാശിക്കാർക്കുണ്ട്. അതുപോലെ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതേമാതിരി വീടൊക്കെ പാർട്ടിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ 2027 ജൂൺ 3 വീണ്ടും ശനി മാറുന്നുണ്ട്. ആ ഒരു സമയത്ത് തൊഴിൽപരമായിട്ട് കൂടുതൽ ഉയർച്ച വരാൻ, അതുപോലെ പുതിയ വീട് വെക്കാനൊക്കെ ഉള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമാണ്. വീട് വെക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, വണ്ടി മൂടി പിടിപ്പിക്കാൻ, വീട്ടിൽ നല്ല മംഗളകർമ്മങ്ങൾ നടക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ, പുതിയ പല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ ഈ രാശിക്കാരെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഡിസംബർ 5 രാഹു കേതുക്കൾ മാറുന്നുണ്ട്. അപ്പം കേതു ഇവർക്ക് 2 നിൽക്കുന്ന കേതു 1 വരാം. അതേമാതിരി രാഹു നോക്കിക്കഴിഞ്ഞാൽ 8 7 വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിൽ ചെറിയ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ, അല്ലെ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു സമയത്ത്, അല്ലെന്നൊരു എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനോ അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ
വീട്ടിലെന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസം, കലഹങ്ങൾ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, ഹസ്ബൻഡ് വൈഫിൽ എന്തെങ്കിലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെടുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു രാഹുകേതുക്കളെ പോസിറ്റീവ് ആക്കാൻ രുദ്രാഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ പനിനീര് മുരുകന് ദാനം ചെയ്യുന്നതാണ്. അതുപോലെ ഗണപതിയുടെ അമ്പലങ്ങളിൽ കൂടുതൽ പോകുന്നത് വളരെ അനുകൂലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പുണർത്തത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇവരുടെ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ വ്യാഴത്തിന് വേണ്ടിയുള്ള സേവകൾ, പ്രത്യേകിച്ച് ഇവരുടെ നക്ഷത്രാധിപൻ അതേമാതിരി ചന്ദ്രനാണ്. അതുപോലെ ഫുഡ് ദാനം ചെയ്യാം, ചെടികളൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതൊക്കെ ചെടികളൊക്കെ കുഴിച്ചു വെക്കുക ഒക്കെ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അതുപോലെ ജലം ദാനം ചെയ്യുക, ജലം പാഴാക്കാതിരിക്കുക ഒക്കെ ചെയ്യുന്നത് ഈ ഒരു രാശിക്കാർക്ക് നല്ലതാണ്. കാരണം ജലമെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള കടങ്ങൾ വരാൻ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു കാര്യം കൂടാണ്. ജലത്തെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പുണർത്തത്തിൽ വ്യാഴവും ശനിയും ഒക്കെ നിൽക്കുമ്പോൾ ശനികരായിട്ടുള്ള കർമ്മങ്ങളെ നല്ല നീതി പുലർത്തുന്ന ആൾക്കാരോട് സത്യസന്ധരായിരിക്കുക, കള്ളത്തരങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ ശനിയെയൊക്കെ പോസിറ്റീവാക്കാൻ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുക, സ്ട്രീറ്റ് ഡോഗിന് ഫുഡ് കൊടുക്കുക, പാവങ്ങൾക്ക് കച്ചോരി ദാനം ചെയ്യുക, അല്ലെങ്കിൽ കമ്പിളിയൊക്കെ ദാനം ചെയ്യുന്നത് കേതുവിനെ ശനിയും കൂടെ പോസിറ്റീവ് ആക്കാനും നല്ലതാണ്. അന്തരം മുടന്തരം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഫുഡ് ദാനം ചെയ്യുന്നത് പൊതുവേ നല്ലതാണ്. അല്ലെങ്കിൽ പാവങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ള രീതി. അതുപോലെ ഇപ്പോൾ പൂയനാൾ നോക്കിക്കഴിഞ്ഞാൽ പൂയനാളിലെ ശനിയാണ് ഭരിക്കുന്നത്. അതുപോലെ രാഹു കർമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാഹുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. രാഹുവിനെന്ന് പറഞ്ഞാൽ മുരുകന് പനിനീര് ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ വിശ്വാസം അനുസരിച്ച് പൊയില ദാനം ചെയ്യുന്നത്, ഭൈരവന് കള്ള് നേർച്ചയായിട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ രാഹുവിനെ ഈവൻ വീടി പോലും ദാനം ചെയ്യുന്നത് രാഹുവിനെയൊക്കെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളാണ്. പഴയ കാലത്ത് ഞങ്ങൾ പല കർമ്മങ്ങളും അനുഷ്ഠിച്ചിരുന്നു. അടുത്ത കാലത്ത് മനുഷ്യൻ്റെ ആ ഒരു ജനറേഷൻ്റെ ഒരു വ്യത്യാസം വന്നപ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, ഓരോ ഗ്രഹങ്ങളെ നവഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള. അതിനകത്ത് ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുന്നതാണ്. അതുപോലെ സരസ്വതി ദേവിക്ക് ദീപം തെളിയിക്കുന്നത്, പ്രാവിന് തീറ്റി കൊടുക്കുന്നത്, മീൻ കൂട്ടുന്നത്, അതൊക്കെ നമ്മൾ രാഹുവിനെ പോസിറ്റീവ് ആക്കണോ കർമ്മമാണ്. അതുപോലെ ഈ ഒരു ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷൻ ഉള്ളത് കൊണ്ട് മെറ്റൽ റിലേറ്റഡ് ആയിട്ടൊക്കെ ജോബ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. നല്ല നിലയിൽ ശനിയുടെ റേഡിയേഷൻപ്പെട്ട ജോലിയൊക്കെ ചെയ്യുക, പ്രത്യേകിച്ച് ജഡ്ജസ് അല്ലെ നീതിപാലകർ അങ്ങനെയൊക്കെ ഉള്ള പല ജോലികളൊക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമാണ് ഉള്ള ഘടകമാണ്. അതുപോലെ ആയില്യത്തെ നോക്കിക്കഴിഞ്ഞാൽ ബുധനാണ് കൺട്രോൾ ചെയ്യുന്നത്, സൂര്യകർമ്മയാണ്. അപ്പം സൂര്യന് ജലം ദാനം ചെയ്യുന്നത്, ഗോതമ്പ് ദാനം ചെയ്യുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ഗോതമ്പ് ദാനം ചെയ്യുന്നത് സൂര്യനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ സൺ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ബുധന് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ കൃഷ്ണൻ്റെ അമ്പലങ്ങൾ അല്ല ഗുരുവായൂർ അമ്പലങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ അനുകൂലമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനുള്ളത്.